ഹായ്, ഇന്ന് പറയാൻ പോകുന്നത് ഈ മൂന്ന് ക്വസ്റ്റ്യൻസും തമ്മിലുള്ള വ്യത്യാസമാണ്. ഡിഡ് യു വിസിറ്റ് വയനാട്? ഹാവ് യു ബീൻ ടു വയനാട്? ഹാസ് ഹി ഗോൺ ടു വയനാട്? ഡിഡ് യു വിസിറ്റ് വയനാട് എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡിഡ് യു വിസിറ്റ് വയനാട് ഡ്യൂറിങ് യുവർ സമ്മർ വെക്കേഷൻ? വേനൽ അവധിക്ക് നീ വയനാട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നോ? ഹാവ് യു ബീൻ ടു വയനാട് എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഇതുവരെയുള്ള ലൈഫിൽ ഞാൻ വയനാട് സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് പാസ്റ്റിലെ ഒരു കാര്യമാണ് ചോദിച്ചത്. എന്നാൽ ഇവിടെ ഇതുവരെയുള്ള എന്റെ കാലഘട്ടത്തിൽ, അതായത് എനിക്ക് അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. ഹാസ് ഹി ഗോൺ ടു വയനാട് എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ ഒരാളെ നമ്മൾ നോക്കുന്നു, അയാൾ അവിടെ കാണാനില്ല. അപ്പൊ നമ്മൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, അവൻ വയനാട് പോയോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു നടന്ന ആക്ഷനും അതുപോലെ തന്നെ അതിന്റെ ടൈമിനുമാണ് ഇമ്പോർട്ടന്റ്. എന്നാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തിന്റെ റിസൾട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടൈമിനോ അല്ലെങ്കിൽ ആ ഒരു ആക്ഷനോ അല്ല, ആ ഒരു ആക്ഷൻ കൊണ്ടുണ്ടായ റിസൾട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതിന്റെയും ഹാസിന്റെയും ഒക്കെ കൂടെ വെർബിന്റെ മൂന്നാമത്തെ വെർബ് യൂസ് ചെയ്യുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് പാസ്റ്റിൽ ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയി, പക്ഷെ അതിന്റെ റിസൾട്ടിന് ഈ പറയുന്ന പ്രസന്റിലും ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രസക്തി ഉണ്ട്. അതായത് ഐ ഹാവ് ബീൻ ടു വയനാട് എന്ന് പറയുമ്പോൾ ഞാൻ വയനാട് പോവുക എന്നുള്ള ആക്ഷൻ നടന്നത് പാസ്റ്റിലാണ്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ പറയുന്നത് ഐ ഹാവ് ബീൻ ടു വയനാട്. അതായത് പാസ്റ്റിൽ നടന്ന പോവുക എന്നുള്ള ആക്ഷനെ പ്രസന്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ടാണ് ഞാൻ വയനാട് കണ്ടു എന്നത്. ആ കാണുക എന്നുള്ള റിസൾട്ടിന് ഈ പ്രസന്റിലും പ്രസക്തി ഉണ്ടായി. ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഫുഡ് എടുക്കട്ടെ? അപ്പോൾ ഞാൻ പറയാണ്, വേണ്ട, ഞാനിപ്പോ കഴിച്ചതേ ഉള്ളൂ. അവിടെ ഞാൻ കഴിക്കുന്നത് ആ ആള് കണ്ടിട്ടൊന്നുമില്ല, ഞാൻ പാസ്റ്റിലാണ് കഴിച്ചത്. പക്ഷെ ആ കഴിക്കലിന്റെ ഫലമായിട്ട് എന്റെ വയറ് ഇപ്പോഴും ഫുള്ളായ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് ഫുഡ് വേണ്ട, എന്റെ വയറ് നിറഞ്ഞിരിക്കുക എന്നുള്ള അവസ്ഥ ഈ പറയുന്ന പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ തുടരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ വയനാട് പോയത് പാസ്റ്റിലാണ്, പക്ഷെ അതിന്റെ ഫലമായിട്ടുണ്ടായ റിസൾട്ട്, ആ കാണുക എന്നുള്ള അവസ്ഥ ഈ പറയുന്ന മൊമെന്റിലും പ്രസക്തമാവുന്നു. ഇപ്പോൾ ഹി ഹാസ് ഗോൺ ടു വയനാട് എന്ന് പറയുമ്പോൾ ഇവിടെ യാത്ര ആരംഭിച്ചത് പാസ്റ്റിലാണ്, പക്ഷെ ആ ഒരു ട്രിപ്പ് അയാൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അയാൾ ചിലപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്ര മധ്യയായിരിക്കാം, അല്ലെങ്കിൽ വയനാട്ടിൽ എത്തിയിരിക്കാം. എന്തായാലും അയാൾ തിരിച്ചു വന്നിട്ടില്ല. ഒരു ട്രിപ്പിന് രണ്ട് സൈഡ് ഉണ്ട്, പോവുക അതുപോലെ വരിക. അത് രണ്ടും കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മൾ ബിൻ യൂസ് ചെയ്യുന്നത്. പോവുക മാത്രമാണ് ചെയ്തതെങ്കിൽ അവിടെ ഗോൺ ആണ് യൂസ് ചെയ്യുക.